ഇന്ന് നമുക്ക് റിലേഷൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് റിലേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. ഇതിന് തൊട്ട് മുന്നേ നിങ്ങൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് പഠിച്ചതാണ്. ഓക്കെ, നമുക്ക് എന്താണ് റിലേഷൻസ് എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റിലേഷൻ ഫ്രം നോൺ എംപ്റ്റി സെറ്റ് എ ടു നോൺ എംപ്റ്റി സെറ്റ് ബി ഈസ് ദി സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി. അതായത് എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ് എന്ത്? റിലേഷൻസ്. ഓക്കെ, എന്താണ് റിലേഷൻസ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ് റിലേഷൻസ്. ഓക്കെ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബിയുടെ സബ്സെറ്റുകൾ, അതാണ് റിലേഷൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. എ ഈക്വൽ ടു 2 3 5 6 2 3 5, b equal to set 3 8. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഫൈൻഡ് ദി നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി. ഫൈൻഡ് ദി നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ആൻസർ? ഇവിടെ എ എന്ന് പറഞ്ഞാൽ 2 3 5, അതായത് എൻ ഓഫ് എ എന്താണ്? 3 ആണ്. 1 2 3. എൻ ഓഫ് ബി എന്താണ്? 3 8, അപ്പോൾ 2 ആണ്. അതായത് എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 3 into 2 equal to 6 എലമെന്റ് ഉണ്ടാകും എൻ ഓഫ് എ ക്രോസ് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് റിലേഷൻസ്. ഓക്കെ, അതായത് എത്ര സബ്സെറ്റ് ഉണ്ട് എ ക്രോസ് ബിക്ക്? 6 എലമെന്റ് ഉണ്ടെങ്കിൽ സബ്സെറ്റ് എത്രയായിരിക്കും? 2�6 സബ്സെറ്റ് ഉണ്ടാവും. 2�6. 2 4 8 16 32 64. അതായത് ഈ രണ്ട് സെറ്റ് നമുക്ക് ഉപയോഗിച്ച് 64 റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിലൊരു റിലേഷൻ എന്താണ്? എംപ്റ്റി റിലേഷൻ ആണ്. ഞാനൊരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്. ഈ സെറ്റ് എയിൽ 2 3 5 ഉണ്ട്, സെറ്റ് ബിയിൽ 3 8 ഉണ്ട്. ഞാനൊരു സിമ്പിളായിട്ട് റിലേഷൻ ഉണ്ടാക്കുന്നത് 2 3 3 8 5 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു റിലേഷനാണ്. എ എന്ന് ബിയിലേക്കുള്ള റിലേഷനാണ്. അപ്പോൾ ഈ റിലേഷൻ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 3, ഓക്കെ, അതേപോലെ 3 8, അതേപോലെ 5 3. ഇത് ഒരു റിലേഷനാണ്. ഇതേപോലെ നമുക്ക് ഒരുപാട് റിലേഷൻസ് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, ഇതെന്താണ്? 2 3 3 8 5 3. ഇതൊരു റിലേഷനാണ്. ഇതെന്താണ്? എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് റിലേഷൻസ് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ തരുന്നു. എ എന്നുള്ള സെറ്റിൽ 1 2 3 4 5 ഉണ്ട്. ബി എന്നുള്ള സെറ്റിൽ 2 3 4 5 6 7 ഉണ്ട്. ഓക്കെ, 1 ഞാൻ 3ലേക്ക് റിലേഷൻ ചെയ്യുന്നു, 2 4ലേക്ക്, 3 5ലേക്ക്, 4 6ലേക്ക്, 5 7ലേക്ക് റിലേഷൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു റിലേഷനാണ് ആർ. ഓക്കെ, ഇത് എ, ഇത് ബി. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നു. ഇതൊരു റിലേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നാൽ ഈ റിലേഷൻ്റെ റോസ്റ്റർ ഫോം എന്താണ്? ആർ ഈക്വൽ ടു 1 3 2 4 3 5 3 5 4 6 5 7. ഇതൊരു റിലേഷനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1ന്റെ ഇമേജ് ആണ് 3. എന്താണ് അതിന്റെ മീനിങ്? എന്താണ്? 1ന്റെ ഇമേജ് ആണ് 3, അല്ലെങ്കിൽ 2ന്റെ ഇമേജ് ആണ് 4. അപ്പൊ നമ്മളൊരു പുതിയൊരു ടേം പഠിച്ചു കഴിഞ്ഞ്. എന്താണ് ഇമേജ് എന്ന് പഠിച്ചു കഴിഞ്ഞ്. ഓക്കെ, 1ന്റെ ഇമേജ് ആണ് 3, 2ന്റെ ഇമേജ് ആണ് 4, 3ന്റെ ഇമേജ് ആണ് 5, അല്ലെങ്കിൽ 4ന്റെ ഇമേജ് ആണ് 6, അല്ലെങ്കിൽ 5ന്റെ ഇമേജ് ആണ് 7. ഓക്കെ,
അപ്പോൾ നമ്മളൊരു ടേം പഠിച്ചു കഴിഞ്ഞ് എന്താണ് ഇമേജ് എന്ന്. അപ്പോൾ 1ന്റെ ഇമേജ് ആണ് 3. ക്ലിയർ ആണോ? ഇനി അതായത് ഇതാ 1ന്റെ ഇമേജ് 3, 2ന്റെ ഇമേജ് 4, 3ന്റെ ഇമേജ് 5, 4ന്റെ ഇമേജ് 6, 5ന്റെ ഇമേജ് 7. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു 3യുടെ പ്രീ ഇമേജ് ആണ് 1 എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ വേറെ ഒരു ടേം കൂടി പഠിച്ചു കഴിഞ്ഞ് പ്രീ ഇമേജ്. ക്ലിയർ ആണോ? 3യുടെ പ്രീ ഇമേജ് ആണ് 1, 4ന്റെ പ്രീ ഇമേജ് ആണ് 2, 5ന്റെ പ്രീ ഇമേജ് ആണ് 3, 6ന്റെ പ്രീ ഇമേജ് ആണ് 4, 7ന്റെ പ്രീ ഇമേജ് ആണ് 5. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. എന്താണ് ഡൊമെയിൻ, റേഞ്ച് ആൻഡ് കോഡൊമെയിൻ ഓഫ് റിലേഷൻ? ഓക്കെ, എന്താണ് ഡൊമെയിൻ, റേഞ്ച് ആൻഡ് കോഡൊമെയിൻ? ഓക്കെ, എന്താണ് ഡൊമെയിൻ? ഓക്കെ, എന്താണ് റേഞ്ച്? ഓക്കെ, എന്താണ് കോഡൊമെയിൻ? ഞാനിപ്പോൾ 3 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തരും. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോളൂ. എന്താണ് ഡൊമെയിൻ? ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. റിലേഷനിലുള്ള ഓർഡേർഡ് പേരുകൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ റിലേഷനിൽ ഓർഡേർഡ് പേര് കാണുന്നുണ്ടോ? ഇതാ റിലേഷൻസിൽ 1 3 ഓർഡേർഡ് പെയർ, 2 4 ഓർഡേർഡ് പെയർ, 3 5 ഓർഡേർഡ് പെയർ, 4 6 ഓർഡേർഡ് പെയർ, 5 7. ഓക്കെ, ഈ ഓർഡേർഡ് പെയറിലുള്ള ഫസ്റ്റ് എലമെന്റ് ആണ് ഡൊമെയിൻ. ദി സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ദി ഓർഡേർഡ് പെയർ ഇൻ ദി റിലേഷൻ ഈസ് കോൾഡ് ഇറ്റ്സ് ഡൊമെയിൻ. ഓക്കെ, നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ റിലേഷൻ തരും. ആ റിലേഷനിൽ കുറെ ഓർഡേർഡ് പെയർ ഉണ്ടാവും അതിന്റെ ഉള്ളിൽ ഓർഡേർഡ് പെയറിന്റെ ആദ്യത്തെ എലമെന്റ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ ആദ്യത്തെ എലമെന്റ് ഇല്ലേ? ആ ആദ്യത്തെ എലമെന്റ് ആണ് എന്ത്? റിലേഷൻ. ക്ലിയർ ആണോ? അപ്പൊ ഡൊമെയിൻ. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യന്റെ ഡൊമെയിൻ എന്താണ്? നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയൂ, എന്താണ് ഡൊമെയിൻ? നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഓക്കെ, ഞാൻ പറയാം. ഇതിന്റെ ഡൊമെയിൻ എന്താണ്? 1 2 3 4 5. ഓക്കെ, എന്താണ് ഡൊമെയിൻ? എന്താണ്? 1 2 3 4 5. സെറ്റ് 1 2 3 4 5. ഓക്കെ, ഡൊമെയിൻ എഴുതുന്നത് നിങ്ങൾ എല്ലാവരും പഠിച്ചില്ലേ? ഓക്കെ, രണ്ടാമത്തെ എന്താണ് എഴുതിയത്? ഇവിടെ രണ്ടാമത് എന്താണ് എഴുതിയത്? റേഞ്ച്. അപ്പൊ നമുക്ക് റേഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, എന്താണ് റേഞ്ച്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഡൊമെയിൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷനിലുള്ള ഓർഡേർഡ് പേരിലുള്ള രണ്ടാമത്തെ എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, അതിന്റെ ഒക്കെ സെറ്റാണ് എന്ത്? റേഞ്ച്. ഓക്കെ, അങ്ങനെയാണ് റേഞ്ച് എന്താണ്? റേഞ്ച്, ഇവിടെ റേഞ്ച് എന്താണ്? റിലേഷൻ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ എലമെന്റ് എന്താണ്? 3 4 5 6 7. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ റേഞ്ച് എന്താണ്? 3 4 5 6 7. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കുന്നുണ്ട്, അതായത് കോഡൊമെയിൻ. ഓക്കെ, നിങ്ങൾ എന്താണ് ഡൊമെയിൻ എന്ന് പഠിച്ച്, ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷനിൽ കുറെ ഓർഡേർഡ് പേരുണ്ട്. ആ ഓർഡേർഡ് പേരുള്ള ഒന്നാമത്തെ എലമെന്റ് ആണ് എന്ത്? ഡൊമെയിൻ. ഓക്കെ, രണ്ടാമത് നിങ്ങൾ പഠിച്ച് റേഞ്ച്. എന്താണ് റേഞ്ച്? റിലേഷനിലുള്ള കുറെ ഓർഡേർഡ് പേരിലുണ്ട്, അതിലെ രണ്ടാമത്തെ എലമെന്റ്, ഓർഡേർഡ് പേരുള്ള രണ്ടാമത്തെ എലമെന്റ് ആണ് എന്ത്? റേഞ്ച്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, 1 കൊടുത്തപ്പോൾ 3 കിട്ടി, അപ്പോൾ ഈ 3 ആണ് റേഞ്ച്. 1 ഡൊമെയിൻ ആണ്, 3 റേഞ്ച് ആണ്, 4 റേഞ്ച് ആണ്, 5 റേഞ്ച് ആണ്, 6 7 ഇതാണ്. ഇനി കോഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി എൻറ്റയർ സെറ്റ് ബി. അതെന്താ പറഞ്ഞത് മാഷ്? എന്താ പറയുന്നത്? അതായത് ബി എന്ന് പറയുന്ന സെറ്റ്, അതായത് രണ്ടാമത്തെ സെറ്റിലുള്ള മുഴുവൻ എലമെന്റിനെയും പറയുന്ന പേരാണ് കോഡൊമെയിൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് കോഡൊമെയിൻ? ഇവിടെ നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ പറയൂ, കോഡൊമെയിൻ എന്താണ്?
ഓക്കെ, പല ആൾക്കാരും 3, 4, 5, 6, 7 എഴുതും. അതാണോ കോഡൊമൈൻ? ഓക്കെ, അതായത് സെറ്റ് ബി എന്താണ്? ഇവിടെ സെറ്റ് ബി ഇവിടെ നോക്കൂ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? സെറ്റ് ബി 2, 3, 4, 5, 6, 7. ഓക്കെ, ഇതാണ് കോഡൊമൈൻ. റേഞ്ച് കോഡൊമൈനും സെയിം ആണോ? ചിലപ്പോൾ സെയിം ആകാം, പക്ഷെ ഇവിടെ ഇപ്പൊ സെയിം ആണോ? സെയിം അല്ല. ഓക്കെ, ഇപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ വിചാരിക്കും റേഞ്ച് തന്നെയല്ലേ കോഡൊമൈൻ. ഒരിക്കലും അങ്ങനെയല്ല. കോഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റ് ബി, അതിന് പറയുന്ന പേരാണ് കോഡൊമൈൻ. ഓക്കെ ഓക്കെ, ഇനി ഞാൻ ഇത്രയും സമയം ഇത്രയും ആയിട്ട് ഞാൻ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? എന്താണ് റിലേഷൻ? റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റുകളാണ്. അതിന്റെ മീനിങ് എന്താണ്? അതായത് എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ്. ഓക്കെ, പിന്നെ അതിനുശേഷം ഇമേജ് എന്താണ്? 1ന്റെ ഇമേജ് 3. ഓക്കെ, ആദ്യത്തെ സെറ്റിലെ പിന്നെ അത് രണ്ടാമത്തെ സെറ്റിലുള്ള അതുമായിട്ട് റിലേഷൻ ഉണ്ടാക്കുന്നതാണ് ഇമേജ്. 1ന്റെ ഇമേജ് 3, 2ന്റെ ഇമേജ് 4, അങ്ങനെയൊക്കെ ഞാൻ നേരത്തെ എഴുതുന്നുണ്ട്. പ്രീ ഇമേജ് 1ന്റെ ഇമേജ് 3 ആണെങ്കിൽ 3യുടെ പ്രീ ഇമേജ് ആണ് 1. ഓക്കെ, അതിനുശേഷം ഡൊമൈൻ, റേഞ്ച് ആൻഡ് കോഡൊമൈൻ എടുത്തിട്ടുണ്ട്. ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷനിലുള്ള ഓർഡേർഡ് പേരിലുള്ള ഒന്നാമത്തെ എലമെന്റ് ആണ് ഡൊമൈൻ. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിലേഷനിലുള്ള ഓർഡേർഡ് പേരുള്ള രണ്ടാമത്തെ എലമെന്റ് ആണ് എന്ത്? റേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോഡൊമൈൻ. കോഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷനിലുള്ള ബി എന്നുള്ള സെറ്റ്, ദി എൻറ്റയർ സെറ്റ് ബി ഈസ് കോൾഡ്, അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റ് എ എന്ന് ബിയിലേക്കാണ് റിലേഷൻ എങ്കിൽ ബി, സെറ്റ് ബി. സി എന്ന് ഡിയിലേക്കാണ് സെറ്റ് ഡി, അതാണ് എന്ത്? കോഡൊമൈൻ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, R equal to 3, 6, 4, 9, 5, 12, 6, 15. ഓക്കെ, ഇതാണ് റിലേഷൻ തന്നത്. ഇതിന്റെ ഡൊമൈൻ എന്താണ്? റേഞ്ച് എന്താണ്? ഓക്കെ, ഇതിന്റെ ഡൊമൈനും വേണം, നമുക്ക് റേഞ്ചും വേണം. അങ്ങനെയാണ് ആൻസർ എന്താണ്? ഡൊമൈൻ എന്താണ്? ഡൊമൈൻ നിങ്ങൾ സിമ്പിളായിട്ട് ഇവിടെ നോക്കൂ. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ അധികം ഇങ്ങനെ ഭയങ്കര സംഭവമാണ്, ഇത് ഭയങ്കര മാത്സ് ഭയങ്കര ടഫാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമുക്ക് ആൻസർ എന്താണ്? 3, 4, 5, 6. റിലേഷനിലുള്ള ഓർഡേർഡ് പേരുള്ള ആദ്യത്തെ എലമെന്റ് 3, 4, 5, 6. ഇതാണല്ലോ ഡൊമൈൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി റേഞ്ച്, ഇതിന്റെ റേഞ്ച് എന്താണെന്ന്? റേഞ്ച്, ഓക്കെ, ഇതിന്റെ റേഞ്ച് എന്താണ്? 6, 9, 12, 15. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഞാൻ മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എ ഈക്വൽ ടു 1, 2, 3, ബി ഈക്വൽ ടു 3, സെറ്റ് 3. എ ഈക്വൽ ടു 1, 2, 3, ബി ഈക്വൽ ടു സെറ്റ് 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി, എൻ ഓഫ് എ എന്താണ്? എൻ ഓഫ്, ഇത് ഞാൻ 3, 6 കൂടി ആയിക്കോട്ടെ. എൻ ഓഫ് എ എന്താണ്? 3. എൻ ഓഫ് ബി എന്താണ്? 2. ഓക്കെ, എൻ ഓഫ് എ ക്രോസ് ബി എന്താണ്? 3 into 2 equal to 6. എൻ ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി. ഓക്കെ, ഇത് നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 raised to n of a cross b, 2 raised to 6 equal to 64. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അറിയാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് നോൺ എംപ്റ്റി റിലേഷൻ ഫ്രം എ ടു ബി. എന്താണ് അതിന്റെ മീനിങ്? നോൺ എംപ്റ്റി റിലേഷൻ ഫ്രം എ ടു ബി. നമ്മൾ എ ക്രോസ് ബി നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ സബ്സെറ്റുകൾ എഴുതുമ്പോൾ അവിടെ ഒരു 5 എന്ന് വരുന്നില്ലേ? ഓക്കെ, അത് എംപ്റ്റി അല്ലേ? അപ്പൊ നമ്മളോട് പറയുന്നു നമ്പർ ഓഫ് നോൺ എംപ്റ്റി റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇത് 64 സബ്സെറ്റുകളാണ്, അതിൽ ഒരു സബ്സെറ്റ് എന്താണ്? 5 അല്ലേ?
അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് നോൺ എംപ്റ്റി റിലേഷൻ from A to B is 2 raised to 6 minus 1 equal to 64 minus 1 equal to 63. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് റിലേഷൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Determine the domain and range of the relation R defined by R equal to xy, y equal to x plus 1, x belongs to 0, 1, 2, 3, 4, 5. x belongs to 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് y equal to x plus 1. ഓക്കെ, ഇപ്പോൾ റിലേഷൻ ഓർഡേർഡ് പെയർ എക്സ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന് 0 കൊടുത്താൽ y എന്താണ്? എക്സിന് 0 കൊടുത്തു y എന്താണ്? 0 plus 1 equal to 1. ഇനി എക്സിന് 1 കൊടുത്താൽ അടുത്തത് എക്സിന് കൊടുക്കേണ്ടത് 1 ആണ് കൊടുക്കേണ്ടത്. എക്സിന് 1 കൊടുത്താൽ y എന്താണ്? 1 plus 1 equal to 2. ഇനി എക്സിന് 2 കൊടുത്താൽ y എന്താണ്? 2 plus 1 equal to 3. ഓക്കെ, എക്സിന് 3 കൊടുത്താൽ y എന്താണ്? 3 plus 1 equal to 4. സിമിലർലി എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ y equal to 4 plus 1 equal to 5. ഓക്കെ, എക്സിന് 5 കൊടുത്തു കഴിഞ്ഞാൽ y equal to എന്താണ്? 5 plus 1 equal to 6. ഓക്കെ ആണല്ലോ. ഇനി 5 വരെയല്ലേ കൊടുക്കാൻ പറഞ്ഞത്. അതായത് ഇതെന്താണ്? 0 1, ഇതെന്താണ്? 1 2, ഇതെന്താണ്? ആദ്യം ഓർഡേർഡ് പെയർ എക്സ് വൈ. ഓക്കെ, 2 3. ഓക്കെ, then 3 4, then 4 5. ഓക്കെ, then 5 6. അതായത് റിലേഷൻ്റെ റോസ്റ്റർ ഫോം എന്താണ്? 0 1 1 2 2 3 3 4 5 4 5 5 6. that is 0 1 1 2 2 3 3 4 4 5 5 6. ഓക്കെ, ഇതിൽ എന്താണ് നമ്മളോട് ചോദിച്ചത്? ഇത് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയതാണ്. ഇതിൻ്റെ റേഞ്ച് എന്താണ്? ഡൊമെയിൻ എന്താണ്? ഇതിൻ്റെ ഡൊമെയിൻ എന്താണ്? ഇതിൻ്റെ ഡൊമെയിൻ സിമ്പിൾ അല്ലേ? ഡൊമെയിൻ എന്താ? ഇവിടെ നോക്കൂ, ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ റിലേഷനിലുള്ള ഓർഡേർഡ് പെയറിലുള്ള ആദ്യത്തെ എലമെന്റ് എടുത്ത് എഴുതുക. 0 1 2 3 4 5. ഓക്കെ, ദെൻ റേഞ്ച് എന്താണ്? 1 2 3 4 5 6. റിലേഷനിലുള്ള ഓർഡേർഡ് പെയറിലുള്ള രണ്ടാമത്തെ എലമെന്റ് എടുത്ത് എഴുതുക. വളരെ സിമ്പിൾ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദി റിലേഷൻ R equal to ordered pair x comma x plus 1. Okay, x belongs to set minus 1 comma 1. Okay, next question ആണ്, consider R equal to set of x comma x plus 1, x belongs to minus 1 comma 1. Okay, ഇതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് R in roster form. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? ഇതിൻ്റെ റോസ്റ്റർ ഫോമിലേക്ക് നമ്മൾ എഴുതണം ഈ റിലേഷന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതണം. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് നേരത്തെ എക്സ് വൈ അതേപോലെ എക്സ് കോമ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് എക്സിന് ഫസ്റ്റ് നമ്മൾ എന്ത് കൊടുത്തു നോക്കുക? -1 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 + 1 = 0. അതായത് -1, 0. ഇനി അടുത്തത് എക്സിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിന് 1 കൊടുത്താൽ 1 + x + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 1 = 2. അതായത് 1, 2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിലേഷൻ്റെ റോസ്റ്റർ ഫോം എന്താണ്? R = -1 0 and 1 2. -1 0, 1 2. ക്ലിയർ ആണോ? ഇതിൻ്റെ കൂടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ഡൊമൈൻ എന്താണെന്ന്. ഡൊമൈൻ എന്താ? ഇവിടെ നോക്കൂ, ഡൊമൈൻ എന്താ? ഇതുമല്ലേ ഡൊമൈൻ? അതായത് -1, 1. ഓക്കെ, എന്താണ് റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
0 2. ഓക്കെ അല്ലേ? നമുക്ക് ഡൊമൈനും കിട്ടി, റേഞ്ചും കിട്ടി. 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫിഗർ ഷോസ് എ റിലേഷൻ ബിറ്റ്വീൻ ദി സെറ്റ് പി ആൻഡ് ക്യൂ. ഇവിടെ പി ഉണ്ട്, ക്യൂ ഉണ്ട്. ഓക്കെ, റൈറ്റ് ദി റിലേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 1 റോസ്റ്റർ ഫോം, 2 സെറ്റ് ബിൽഡർ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൊമൈൻ റേഞ്ച് ആൻഡ് കോ ഡൊമൈൻ ഓഫ് ആർ. ഓക്കെ, റൈറ്റ് ഡൊമൈൻ റേഞ്ച് ആൻഡ് കോ ഡൊമൈൻ ഓഫ് ആർ. നമുക്കിവിടെ നോക്കാം. 9 എന്നുള്ള എലമെന്റിന്റെ ഇമേജ് എന്താണ്? 3 ആണ്. അതേപോലെ 9ന് വേറൊരു ഇമേജും കൂടിയുണ്ട്, -3. ഓക്കെ, 4ന്റെ ഇമേജ് എന്താണ്? 2 ആണ്. 4ന്റെ ഇമേജ് എന്താണ്? -2 ആണ്. ഇനി 25ന്റെ ഇമേജ് എന്താണ്? 5 ആണ്. 25ന്റെ വേറൊരു ഇമേജ് എന്താണ്? -5 ആണ്. ഓക്കെ, ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു എയറോ ഡയഗ്രാം നോക്കി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് കറക്റ്റ് നോക്കിയിട്ട് എഴുതാൻ പറ്റുന്നില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിലേഷൻ ആർ എന്താണ്? ആർ ഈക്വൽ ടു 9 3ലേക്കും പോകുന്നുണ്ട്, 9 -3ലേക്കും പോകുന്നുണ്ട്. അതേപോലെ 4 2ലേക്കും 4 -2ലേക്കും. അതേപോലെ 25 5ലേക്കും 25 -5ലേക്കും. ഓക്കെ, ഇതാണ് ഇതാണ് റോസ്റ്റർ ഫോം. ഓക്കെ, ഇതിന്റെ കൂടെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് സെറ്റ് ബിൽഡർ ഫോം എന്ന്. സെറ്റ് ബിൽഡർ ഫോം, ഓക്കെ, നമുക്ക് എഴുതാം. ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ. ഓക്കെ, y is the square of x അല്ലേ? Sorry, x is the square of y. X is the square of y ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ്. അതേപോലെ 25 എന്ന് പറഞ്ഞാൽ -5ന്റെ സ്ക്വയർ ആണ്. റെഡിയാണ്. x is the square of y, x belongs to p, y belongs to q. ഓക്കെ, ഇതാണ് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം. ക്ലിയർ ആണോ? ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ് പറഞ്ഞത്? ഇതിന്റെ ഡൊമൈൻ എന്താണ്? റേഞ്ച് എന്താണ്? കോ ഡൊമൈൻ എന്താണ്? ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൊമൈൻ കിട്ടുന്നുണ്ട്. എന്താണ് ഡൊമൈൻ? എന്താണ്? നമുക്ക് ഡൊമൈൻ നോക്കാം. ഇതിന്റെ ഡൊമൈൻ 9 4 25 ഇതാണല്ലോ ഡൊമൈൻ. അങ്ങനെയാണ് റേഞ്ച് എന്താണ്? റേഞ്ച് ഇതിന്റെ റേഞ്ച് എന്താണ്? റേഞ്ച് 3 -3 2 -2 5 -5 ഇതാണ് റേഞ്ച്. കോഡൊമൈൻ എന്താണ്? കോഡൊമൈൻ്റെ ഡെഫിനിഷൻ എന്താണ് ഞാൻ പഠിപ്പിച്ചു തന്നത്? കോഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ക്യൂലേക്കാണെങ്കിൽ ദി എൻറ്റയർ സെറ്റ് ക്യൂ ഈസ് കോൾഡ് ഇറ്റ്സ് കോഡൊമൈൻ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ഇതിന്റെ 5 3 2 1 -2 -3 -5 ഇതാണ് കോഡൊമൈൻ. ഓക്കെ, റേഞ്ചും കോഡൊമൈനും ഇവിടെ വ്യത്യാസമുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾ റിലേഷൻസ് നോക്കി എഴുതാൻ ഒന്നുമില്ല, ഏറെ നോക്കിയാൽ മതി. 9 3ലേക്ക്, അപ്പം ഓർഡേർഡ് പെയർ 9 3. അതേപോലെ 9 -3ലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ഓർഡേർഡ് പെയർ 9 -3. ഇതുപോലെ അങ്ങ് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ആയി. സിമ്പിൾ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let A equal to 1 2 3 4, B equal to 1 4 5 be two sets. If R is the relation less than from A to B, then write R in roster form, then write domain and range. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? എന്ത് ലെസ് ദാൻ ഫ്രം എ ടു ബി? നിങ്ങൾക്കറിയാം എ ക്രോസ് ബി. ഇതിൻ്റെ എ ക്രോസ് ബി എന്തൊക്കെയാണ്? ഇവിടെ 1 2 3 4 ഉണ്ട്. 4 1 2 3 4 into 3 12 എലമെന്റ്സ് ഉണ്ടാവും എ ക്രോസ് ബിയിൽ. ഓക്കെ, നമുക്ക് എ ക്രോസ് ബി എന്താണ്? 1 1 1 4 1 5 2 1 2 4 3 5
3-1 3-4 3-5 4-1 4-4 4-5 അങ്ങനെയാണ് നിങ്ങൾക്ക് എത്ര റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും? ഇവിടെ 4 into 3 12. അപ്പൊ 2⁻12 റിലേഷൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താണ്? R is the relation less than from A to B എന്നാണ് നമ്മളോട് പറഞ്ഞത്. R is the relation less than from A to B. അതിന്റെ മീനിങ് എന്താണ്? നമുക്ക് റിലേഷൻ എഴുതി നോക്കാം. ഓക്കെ, 1 ലെസ് ദാൻ 1 ആണോ? അല്ല. അപ്പൊ നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് 1 4. ഓക്കെ, 1 ലെസ് ദാൻ 4 ആണോ? ക്ലിയർലി 1 ലെസ് ദാൻ 4 ആണ്. ഓക്കെ, then 1 5. 1 ലെസ് ദാൻ 5 ആണ്. ഓക്കെ, നെക്സ്റ്റ് 2 1. 2 ലെസ് ദാൻ 1 ആണോ? അല്ല. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എന്താണ്? 2 4. 2 ലെസ് ദാൻ 4 ആണ്. നെക്സ്റ്റ് എന്താണ്? 2 5. ഓക്കെ, then 3 1. 3 ലെസ് ദാൻ 1 ആണോ? അല്ല. then 3 4. ഓക്കെ, 3 ലെസ് ദാൻ 4 ആണ്. then 3 ലെസ് ദാൻ 5 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി അടുത്തത് 4 1. 4 ലെസ് ദാൻ 1 ആണോ? അല്ല. 4 ലെസ് ദാൻ 1 ആണോ? ഒരിക്കലും അല്ല. 4 ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇനി അടുത്ത 4 4. 4 ലെസ് ദാൻ 4 ആണോ? 4 ഈക്വൽ ടു 4 ആണ്. 4 ലെസ് ദാൻ 4 എന്ന് നമുക്ക് എപ്പോഴെങ്കിലും എഴുതാൻ പറ്റുമോ? ഒരിക്കലും എഴുതാൻ പറ്റൂല. അതുകൊണ്ട് 4 4 ഇല്ല. ഇനി 4 5. 4 5. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, 4 ലെസ് ദാൻ 5 അല്ലേ? ഓക്കെ, അതായത് നമുക്ക് റിലേഷന്റെ റോസ്റ്റർ ഫോം കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ ആണോ? ഇനി ഇതിന്റെ കൂടെ എന്താണ് എഴുതുവാൻ നിങ്ങളോട് പറഞ്ഞ വേറെ ക്വസ്റ്റ്യൻ എന്താണ്? ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഡൊമൈൻ എന്താണ്? 1 2 3. ഇതെങ്ങനെ എഴുതിയത്? 1 2 3 3 അല്ല, സോറി, 3 4. 1 2 3 4. 1 2 3 4. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്ത റേഞ്ച് നോക്കാം നമുക്ക്. എന്താണ് ഇതിന്റെ റേഞ്ച്? ഇതിന്റെ റേഞ്ച് എന്താണ്? 4 5 4 1 4 5 4 5 4 5 4 5 5. ഓക്കെ, അങ്ങനെയാണ്. റേഞ്ച് എന്താണ്? 4 5 ആണ്. 1 ഇല്ലേ? റേഞ്ച് എന്താണ്? 4 5. ഓക്കെ, നിങ്ങളോട് ചോദിക്കുന്നു ഇതിന്റെ കോഡൊമെയിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആൻസർ എഴുതുക? 4 5 ആണോ കോഡൊമെയിൻ? നിങ്ങൾ ബോർഡിലേക്ക് നോക്കൂ. ഇതിന്റെ കോഡൊമെയിൻ എന്താണ്? കോഡൊമെയിന്റെ ഡെഫിനിഷൻ എന്താണ്? ദി എൻറ്റയർ സെറ്റ് ബി ഈസ് കോൾഡ് ഇറ്റ്സ് കോഡൊമെയിൻ. അങ്ങനെയാണ് കോഡൊമെയിൻ എന്തായിരിക്കാം? ഇവിടെയുള്ള ഈ ബി തന്നെയാണ് കോഡൊമെയിൻ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് എടുത്തത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് റിലേഷൻസിന്റെ ഡെഫിനിഷൻ ആണ്. എന്താണ് റിലേഷന്റെ ഡെഫിനിഷൻ? എന്താണ് റിലേഷന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദി സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി. അതാണ് റിലേഷൻസ്. ഓക്കെ, എന്താണ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിലേഷനിലുള്ള ഓർഡേർഡ് പെയറുള്ള ഫസ്റ്റ് എലമെന്റ് ആണ് എന്ത്? ഡൊമൈൻ. എന്താണ് റേഞ്ച്? റിലേഷൻസിലുള്ള ഓർഡേർഡ് പെയറിലുള്ള രണ്ടാമത്തെ എലമെന്റ് ആണ് റേഞ്ച്. കോഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ എന്ന് ബിയിലേക്ക് റിലേഷൻ ഉണ്ടെങ്കിൽ കോഡൊമൈൻ എന്താണ്? ദി എൻറ്റയർ സെറ്റ് ബി ഈസ് കോൾഡ് കോഡൊമൈൻ. ഓക്കെ, അതിൻ്റെ ഒരു 3-4 ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ, ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഓക്കെ, താങ്ക് യു.